ക്ലാസ് തുടങ്ങിയിട്ടില്ല കേട്ടോ. കബീർ സാർ കയറിയോ ഗ്രൂപ്പിൽ? കബീർ സാർ കബീർ സാറെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമലൈക്കും. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. അപ്പൊ സാറ് കബീർ സാറ് തുടങ്ങിക്കോളൂ ഇൻഷാ അല്ലാ. സാർ റെഡിയല്ലേ? ഞാൻ ഓക്കെയാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാ. പ്രിയമുള്ളവരെ, എല്ലാവരിലും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കാരുണ്യം സദാ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വെളിച്ചം എന്നുള്ളത് തിരൂരിലെ അക്യുപഞ്ചറിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ, അതേപോലെ തന്നെ അക്യുപഞ്ചറിനെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് വെളിച്ചം. വെളിച്ചത്തിൻ്റെ പ്രഥമ പ്രോഗ്രാമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കപ്പെടുന്നത്. ഇത് ഒരു തുടർച്ചയുള്ള, ശരിക്കും ജനങ്ങൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട, രോഗങ്ങളുമായി ബന്ധപ്പെട്ട, ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു അത്താണിയായി മാറാൻ സാധിക്കുന്ന, അവർക്ക് ജീവിതത്തിലെ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും രോഗം, ആരോഗ്യം എന്നൊക്കെയുള്ളത് വലിയൊരു കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ആളുകളും അതുമായി ബന്ധപ്പെട്ട് അവരുടേതായിട്ടുള്ള വ്യക്തമായ അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളുകൾ കൂടിയാണ്. എന്നാലും സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ട്, തെറ്റായ ചികിത്സാ രീതികൾ കൊണ്ട്, അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ ചിന്താഗതികൾ കൊണ്ട് തന്നെ പലതരത്തിലുള്ള അബദ്ധങ്ങളിലും ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഏതൊരു ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും സമൂഹത്തിൽ ഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഏത് കാര്യത്തിലാണെങ്കിലും അത് ഉള്ളതാണ്. രാഷ്ട്രീയമാണെങ്കിലും, മതമാണെങ്കിലും, ആരോഗ്യമാണെങ്കിലും ഈ അഭിപ്രായ ഭിന്നതകളിൽ നിന്ന് ഭിന്നത ഇല്ലാത്ത, എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ള ഒരു കാര്യവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഇന്ന് സമൂഹത്തിൽ കൺവെൻഷനലായിട്ട്, അല്ലെങ്കിൽ സാമ്പ്രദായികമായി മനുഷ്യന്മാര് ആരോഗ്യത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അല്പം ഭിന്നമായി, വ്യത്യസ്തമായി അഭിപ്രായം ഒക്കെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വെളിച്ചം എന്നുള്ളത്. അപ്പോൾ ഇതൊരു തുടർ വിദ്യാഭ്യാസ പ്രോഗ്രാം പോലെ ഇപ്പോൾ ഇന്ന് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇതിന് ശേഷം ഇനി വരുന്ന ആഴ്ചകളിൽ ഉണ്ടാകുന്ന അറിയിപ്പുകൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് തുടർ പരിപാടികളിലൂടെ പങ്കെടുത്തുകൊണ്ട് സ്വാഭാവികമായ ആരോഗ്യ സംരക്ഷണത്തിന്റെ നിയമങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യം സുരക്ഷിതമാക്കി നിലനിർത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം. ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ നമുക്ക് ഒരു രോഗം എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവരുടെ ഉള്ളിലും അത് നമ്മുടെ ബഡ്ജറ്റിന്റെ, പല ആളുകളെയും കുടുംബ ബഡ്ജറ്റിന്റെ എപ്പോഴും ഒരു എന്താ പറയാ, ഏത് സമയത്തും പ്രതീക്ഷിക്കാവുന്ന സ്വഭാവത്തിലുള്ള ഒരു അപകടം പോലെ രോഗത്തെയും അതേപോലെ തന്നെ ചികിത്സാ ചെലവിനെയും ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എത്രയോ ആളുകൾ അവരുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളുണ്ട് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി. എന്താണ് സുരക്ഷിതത്വം എന്ന് ചോദിച്ചാൽ അവിടെയാണ് ശരിക്കും ഇതിൻ്റെ ഭീകരമായ ഒരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു നിർവചനമുണ്ട്, ഡെഫിനിഷൻ ഉണ്ട്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയുടെ ഒരു മിയർ ആയിട്ടുള്ള ഒരു ആബ്സെൻസ് അല്ല. ആരോഗ്യം എന്ന് പറഞ്ഞാൽ
ഏതെങ്കിലും ഒരു രോഗം ഒരാൾക്ക് ഇല്ല എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയല്ല, മറിച്ച് അതിനപ്പുറം ഒരാളുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവും സാമൂഹികവും ഒക്കെ ആയിട്ടുള്ള സുസ്ഥിതിക്കാണ് ആരോഗ്യം എന്ന് പറയാവുന്നതാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട കുറെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്. അതിനെ വീണ്ടും പരിഷ്കരിച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള സുസ്ഥിതി കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ലോകത്ത് നടന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എപ്പോഴും ഇതിനെ തിരിച്ചൊന്ന് ആലോചിക്കാറുണ്ട്. ശരി, ആരോഗ്യത്തെക്കുറിച്ചാണ് ലോകാരോഗ്യ സംഘടനയുടെ ഈ നിർവചനം. ഇത് ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും വളരെ എന്താ പറയുക ഒതന്റിക് ആയിട്ട് പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രയോഗം കൂടിയാണ്. അതേസമയത്ത് ഇതിന്റെ നേരെ തിരിച്ചൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താണ് രോഗം എന്ന് പറഞ്ഞാൽ? രോഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പറഞ്ഞ, അതായത് ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും ഒരു രോഗാവസ്ഥയുടെ ഒരു പ്രസൻസ് അല്ല. നേരെ തിരിച്ചു പറഞ്ഞു നോക്കിയാൽ പ്രസൻസ് അല്ല, മറിച്ച് അത് ഒരാളുടെ സാമൂഹികവും വൈയക്തികവും അതേപോലെ തന്നെ സാമ്പത്തികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള ആരോഗ്യത്തിന്റെ അതിന്റെ എന്താ പറയുക നാശമാണ് എന്നോ അല്ലെങ്കിൽ സുസ്ഥിതി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എന്നോ നമുക്ക് തിരിച്ചു പറയാൻ സാധിക്കും. അപ്പോഴാണ് ആ നിർവചനത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നത് എന്ന് തോന്നാറുണ്ട്. നമ്മുടെ ലൈഫില് നമ്മൾ സാധാരണ നിലയിൽ ചെറിയ കാലം മുതൽ, വളരെ കുട്ടികളായിരിക്കുന്ന കാലം മുതലേ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, മഴ കൊള്ളുന്ന സമയത്ത് എന്താണ് നമ്മൾ കേൾക്കുക? മഴ കൊള്ളണ്ട. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് അതിനോടൊക്കെയും ചേർത്ത് പറയുന്ന ഏതെങ്കിലും രോഗങ്ങളുടെ പേരുകൾ കൂടെ നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരാൾ ചുമക്കുന്ന സമയത്ത് അപ്പോഴേക്ക് മറ്റുള്ള ആളുകൾ, പരിസരത്തുള്ള ആളുകൾ ഭയപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. രോഗം പകരുമോ ഇല്ലേ എന്നൊക്കെയുള്ള ആ തരത്തിലുള്ള ഭീതികൾ നമ്മൾ കാണാറുണ്ട്. അതേസമയത്ത് ഒരു പക്ഷേ ഇത്തരം ഭയങ്ങളൊന്നുമില്ലാത്ത ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ സാധാരണ നിഷ്കളങ്കമായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രോഗഭീതി ഉണ്ടാകില്ല. അതേസമയത്ത് രോഗഭീതിയിൽ ഊട്ടി വളർത്തപ്പെട്ട കുട്ടികൾ നമ്മുടെ ക്ലിനിക്കുകളിൽ പലപ്പോഴും എത്താറുണ്ട്. ഒരു 2 ആഴ്ച മുമ്പ് എൻ്റെ ക്ലിനിക്കിൽ വന്ന സ്ഥിരമായിട്ട് വരുന്നൊരു ഫാമിലിയുടെ കൂടെയുള്ള ആണ്. അപ്പൊ അതിലുള്ള ഒരു 7 വയസ്സായ ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി മായി വന്ന സമയത്ത് വീട്ടുകാർ പറഞ്ഞൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ അവള് നിരന്തരം കൈ കഴുകുന്നതിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുളി എന്ന് പറയുന്നത് നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനെടുക്കുന്ന അധികമായ സമയം, മറ്റാരെങ്കിലും ഉപയോഗിച്ച എന്തെങ്കിലും വസ്തുക്കൾ ടച്ച് ചെയ്യുന്നതോ അതുപോലെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭയം. ഒരു സാധാരണ പെൺകുട്ടിയാണ്. പക്ഷെ എനിക്ക് സാധാരണ നിലയിൽ നമ്മൾ ഈ തരത്തിലുള്ള പല കേസസും നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് തോന്നി. സാധാരണ കുട്ടികളെപ്പോലും അത് ഗ്രസിച്ചത്, അതിന്റെ പിന്നിൽ പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകും. കാരണം നമ്മളെ ഇത്തരം കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു ഭയപ്പാട് വന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സാർവത്രികമായിട്ട് പള്ളികളിൽ ഈ ഉളു ചെയ്യുന്നതിന്, അംഗശുദ്ധി വരുത്തുന്നതിനുള്ള പൊതുവായിട്ടുള്ള ഔളുകൾ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും പള്ളികളിൽ നിന്ന് ഇത് പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട്. ഇനി ഉള്ള പള്ളികളിൽ തന്നെ ഒരാൾ പോലും അത് ഉപയോഗിക്കാത്ത അവസ്ഥയും, തിരിച്ച് കാല് കഴുകുന്നതിന് വേണ്ടിയോ മറ്റോ ഒക്കെ അതല്ലെങ്കിൽ ആ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, പേടി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഭയം എത്രമാത്രം മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ രോഗഭീതി എത്രമാത്രം ഓരോ ആളുകളിലും ഉണ്ട് എന്നുള്ളത് ഈ രോഗഭീതി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിചിത്രമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അതേസമയത്ത് എത്രമാത്രം ഇടുങ്ങിയ ഒരു സ്വഭാവത്തിലുള്ള ഒരു ജീവിതമാണ് ഈ ആളുകൾക്കുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമുക്ക് സാധാരണ നിലയിൽ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന പല ആളുകളും അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ കൂടിയാണ്. ഈ ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. പലപ്പോഴും ആളുകൾ ഈ പല ചെറിയ ചെറിയ കാരണങ്ങളെ
ചേർത്ത് വെച്ചിട്ടാണ് ആ രോഗത്തിന്റെ കാരണം എന്ന നിലക്ക് അവർ അതിനെ അങ്ങനെ വിശദീകരിക്കുകയും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു പോകുന്ന ആളുകളുണ്ട്. കോവിഡ് കാലത്തൊക്കെ സ്വന്തം കുട്ടികളെ ഒന്ന് താലോലിക്കാത്ത, ഓമനിക്കാത്ത എത്രയോ മനുഷ്യര് ഉണ്ടായിരുന്നു. പലരും അതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ സമയത്ത് പുറത്തിറങ്ങി നടന്നിരുന്ന നമ്മളെ പോലെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തരത്തിലുള്ള ഭയം ഉണ്ടാക്കിയിരുന്നില്ല. മാത്രമല്ല, ആ സമയത്ത് കുട്ടികളുമായിട്ട് ഇടപഴകുന്നതിൽ നമുക്ക് ഭയമില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളിലും ആ തരത്തിലുള്ള ഒരു ഭയം ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയോ മറ്റോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാല്, നമ്മളെ സമൂഹത്തില് പൊതുവെ രോഗം എന്ന് പറയുന്ന ഒരു കാര്യത്തെ അത്രയധികം ഭയപ്പെടുന്ന അവസ്ഥയിൽ ആളുകളായിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊന്ന് വളരെ മനസ്സ് കൊടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അങ്ങനെ വളരെ ഏതൊരു ജീവിക്കും കയറി ആക്രമിക്കാന്, അതല്ലെങ്കിൽ നമുക്ക് വേഗം പിന്നെ രോഗം പിടിപെടുന്ന സ്വഭാവത്തിൽ ആണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു സംവിധാനം എന്നുള്ളത്. ഇപ്പൊ നോക്കൂ, റീസെന്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു വലിയ സംഭവമാണ് ഈ അമീബിക് ആയിട്ടുള്ള ജ്വരത്തെക്കുറിച്ചും അതേപോലെയുള്ള അസുഖങ്ങളെ കുറിച്ചും ഒക്കെയുള്ള. ഇത് എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് ഏതൊരു ആഫ്രിക്കൻ രാജ്യത്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നത്. അതിന്റെ തൊട്ട് പിന്നാലെ കേരളത്തിലും ഇതാ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ കാണാൻ തുടങ്ങി. അപ്പോഴേക്ക് കുറെ ആളുകൾ പുഴയിലും എന്താ പറയാ കുളങ്ങളിലും ഒക്കെ കുളിക്കുന്നതൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അതിനെ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തി. ഇനി അഥവാ ഒരാൾ പോയിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അയാളുടെ ഉള്ളിൽ, അയാളുടെ മൂക്കിലൂടെ ഈ അമീബ കയറി അയാളുടെ തലച്ചോറിനെ ലക്ഷ്യം വെച്ച് മിസൈലിടുക എന്ന സ്വഭാവത്തിലാണ്. മറ്റൊരു ജീവികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആരെയും ബാധിക്കാത്ത മനുഷ്യന്റെ തലച്ചോറിനെ മാത്രം ലക്ഷ്യം വെച്ച് വരുന്ന സ്വഭാവത്തിൽ ഇവ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ, ശരിക്കും നമ്മൾ ഇത്രയും കാലം ജീവിച്ച ഈ ഒരു പ്ലാനറ്റ് എർത്തിൽ, ഈ ഒരു ഭൂമിയിൽ തന്നെ അല്ല നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് സംശയം തോന്നും. അത്രക്കും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയത്തും ആളുകൾ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോ അടുത്ത് വരാൻ പോകുന്ന പുതിയ അസുഖത്തിന്റെ പേരെന്താണ്, പുതിയ സൂക്ഷ്മജീവികളുടെ പേരെന്താണ്. ഓരോ സൂക്ഷ്മജീവികൾക്കും അവയെ റെപ്രസെന്റ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള വളരെ വിചിത്രമായ, നമുക്ക് ഭയം തോന്നുന്ന രീതിയിലുള്ള രൂപങ്ങളും, അതേപോലെ തന്നെ അതിനുപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന കളറുകൾ പോലും മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന സ്വഭാവത്തിലുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഒരു സംഭവ ലോകത്ത് ശരിക്ക് നമ്മൾ എപ്പോഴും സാധാരണ എല്ലാവരും നമ്മൾ ഏത് ചർച്ചകളിലും പറയാറുള്ളതാണ് ഡാറ്റകൾ നോക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാല് നമ്മളെ യഥാർത്ഥത്തിൽ ആരാണ് ഏറ്റവും അധികം ഭീതിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഏറ്റവും അധികം ബാധിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ. ഡാറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്ത്, ഇപ്പൊ നമ്മൾ കോവിഡിന്റെ സമയത്ത് നമ്മൾ ഉണ്ടായിരുന്ന ഡാറ്റകളുണ്ട്, കോവിഡ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഡാറ്റകളുണ്ട്. അതായത് കോവിഡിന്റെ സീസൺ വരുന്ന സമയത്ത് ലോകത്തുണ്ടായിരുന്ന സീസണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ, അല്ലെങ്കിൽ സീസണൽ ആയിട്ടുണ്ടാകുന്ന ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ, അത് ഓരോ വർഷവും ആ സമയത്ത് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അങ്ങനെ ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നതിൽ കോവിഡിന്റെ സമയത്താണോ അല്ല അതിനു മുമ്പുള്ള ഏതെങ്കിലും വർഷങ്ങളിലാണോ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കോവിഡിന്റെ 2 വർഷം മുമ്പ് 2017 കണക്കുകളാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. ശരിക്ക് അത് അത്രയും കാര്യങ്ങൾ കോവിഡിന്റെ സമയത്ത് 2019 2020 ഒന്നുമില്ല എന്നുള്ളതാണ്. അതേ സമയത്ത് അതിന്റെ ശേഷം പിന്നീട് ഡാറ്റ മാനിപ്പുലേഷൻ, അതായത് ഏത് കാര്യങ്ങളും, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് പിന്നെ സെർച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും കൂടെ ഒരു പോസ്റ്റ് കോവിഡ് എന്നുള്ള ഒരു പ്രീഫിക്സ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾക്കറിയാവുന്ന എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്ന കാര്യമായിരിക്കും, ഒരാളുടെ തലയിൽ ചക്ക വീണ് അയാൾ മരണപ്പെട്ടു. അത് റെക്കോർഡിക്കലി അദ്ദേഹത്തിന്റെ മരണം പിന്നീട് കോവിഡ് ഡെത്ത് ആയിരുന്നു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരാളുടെ നാസൽ ആയിട്ടുള്ള ഈ സ്രവം എടുത്തിട്ട് പരിശോധിച്ച് അത് നോക്കിയിട്ട് അപ്പൊ അയാൾ കോവിഡ് പോസിറ്റീവ് ആണ്. അങ്ങനെ ആക്സിഡന്റ് ആയിട്ട് മരിച്ച ആളുകളുടെ എണ്ണം അതുപോലെ തന്നെ വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെർമിനൽ ആയിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് മരിച്ച ഇഷ്ടംപോലെ ആളുകൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ക്യാൻസർ ബാധിച്ചിട്ട്,
അതല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ കൊണ്ടൊക്കെ മരണപ്പെട്ട ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഈ ആളുകളുടെ എല്ലാം എണ്ണങ്ങള് ഈ ഡാറ്റകളിലേക്ക്, അതായത് കോവിഡിന്റെ ഡാറ്റയിലേക്ക് കയറ്റുകയും എന്നിട്ട് അതിൽ നിന്ന് ഒരു ഭയങ്കരമായ ഹ്യൂജ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു കണക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്ത്. ശരിക്കും നമുക്ക് അപ്പോ ആ സമയത്തുണ്ടായിരുന്ന ക്യാൻസർ ഡെത്തുകൾ കുറഞ്ഞു, ആ സമയത്തുണ്ടായിരുന്ന മറ്റ് ഹാർട്ട് അറ്റാക്കുകൾ കുറഞ്ഞു, ആ സമയത്തുണ്ടായിരുന്ന മറ്റ് അസുഖങ്ങൾ ഉള്ള മരണങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയോടെ വർക്ക് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നിഷ്പക്ഷമായ ഒരു മനസ്സോടുകൂടി കാര്യങ്ങളെ അപഗ്രഥിക്കുന്ന ഏതാളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ സാധാരണ നിലയിൽ നിങ്ങൾ ഇപ്പൊ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകൾ അവര് ഒരു വസ്തുതാപരമായിട്ടുള്ള പഠനങ്ങൾക്ക് തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 6 വർഷം 7 വർഷത്തോളമായി അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സാ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് 7 വർഷമായി. അതിനു മുമ്പ് തന്നെ ഔഷധങ്ങൾ പരമാവധി ഉപയോഗിക്കാത്ത, മരുന്നുകളോ ചികിത്സയോ പരമാവധി സ്വീകരിക്കാത്ത, കുട്ടികൾക്കാണെങ്കിലും വീട്ടിലാണെങ്കിൽ എന്തുണ്ടെങ്കിലും ഇത്തരം സംഗതികളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു ജീവിത ശൈലി നേരത്തെ തന്നെ രൂപപ്പെടുത്തിയെടുത്തിരുന്നു. അതിൻ്റെ ഒരു കാരണം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ആരോഗ്യ വിദ്യാഭ്യാസം കൃത്യമായി കിട്ടിയത് കൊണ്ട് എന്നൊന്നും ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു സംഗതിയിൽ വാദിക്കില്ല. അതേസമയം അങ്ങനെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളെ ആ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തുന്ന ആളുകളുമായിട്ടുള്ള സഹവാസം കൊണ്ടും മറ്റുമൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ മൂത്ത മകന് ഇപ്പൊ ഏകദേശം 20 വയസ്സായി. അവന് ആ 20 വയസ്സിനിടയിൽ ഇതുവരെയും ഹോസ്പിറ്റലിൽ ഒരു ചികിത്സ ആവശ്യാർത്ഥം നമ്മൾ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഇങ്ങോട്ടേക്ക് താഴേക്ക് വേറെയും കുട്ടികളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും അവസ്ഥ ഇതേ സംഭവം തന്നെയാണ്. അപ്പൊ ഈ ആളുകൾക്ക് അസുഖം ഉണ്ടാകാത്തത് കൊണ്ടാണോ? അല്ല, മറിച്ച് അസുഖങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ അസുഖങ്ങൾ മാറുകയും ചെയ്യും. ഇങ്ങനെ അസുഖങ്ങള് നമ്മൾ ഏത് രീതിയിൽ സമീപിക്കുന്നു എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള വിഷയം. അപ്പൊ എനിക്ക് നേരത്തെ തന്നെ എന്തുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു സംഗതിയിൽ ആകൃഷ്ടനായി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. കാരണം മരുന്നുകളൊന്നും ഉപയോഗിക്കാത്ത പ്രകൃതി ജീവന രീതികൾ ശീലിക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതി ചികിത്സാ രീതികൾ ശീലിക്കുന്ന പല ആളുകളുമായിട്ട് കാണാനും സംസാരിക്കാനൊക്കെ ഇടയായപ്പോൾ പലരും 20 വർഷം 25 വർഷമൊക്കെ ആയിട്ട് ഒരു തരത്തിലുള്ള മരുന്നുകളും സ്വന്തത്തിനോ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ഒന്നും ഉപയോഗിക്കാത്ത ഒരുപാട് മനുഷ്യരെ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടില്, നമ്മൾ ജീവിക്കുന്ന അതേ പരിസരത്ത് എങ്ങനെയാണ് മനുഷ്യർക്ക് ഹോസ്പിറ്റലിൽ പോകാതെ മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ള അന്വേഷണം. ആദ്യം അതൊരു എക്സാജറേറ്റ് അങ്ങനെയാണല്ലോ നമുക്ക് ഫസ്റ്റ് നമുക്ക് തോന്നൽ അങ്ങനെയാണ്. എങ്ങനെയാണ് അത് സാധ്യമാവുക? കാരണം നമുക്ക് മിക്കവാറും ആളുകൾക്ക് മന്ത്ലി ഹോസ്പിറ്റൽ വിസിറ്റ്, ആർക്കെങ്കിലും വേണ്ടി വിസിറ്റ് ചെയ്യാത്ത ആളുകൾ പോലും വളരെ കുറവായിരിക്കും. കുട്ടികളുടെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കരമായ പേടിയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. കുട്ടികളുടെ കാര്യത്തിലാണ് ഒരാളും സ്വന്തം കാര്യത്തിൽ മരുന്നോ ചികിത്സയോ ആവശ്യമില്ലാത്ത ഏതൊരാളും കുട്ടികളുടെ കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കോംപ്രമൈസിന് നിൽക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സത്യത്തിൽ അതിന്റെ പിന്നിലും കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് അസുഖങ്ങൾ വരുന്ന സമയത്ത്, ഇപ്പോൾ ഒരു സാധാരണ നിലയിൽ ഒരു പനി ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് സാധാരണ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹജനങ്ങള്, നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ബന്ധുക്കള്, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ എന്താ ഉപദേശിക്കാറുള്ളത്? പനിയാണ് ട്ടാ, സൂക്ഷിക്കണം, പണ്ടത്തെ പനിയല്ല, ഇപ്പൊ പലതരം പനികൾ ഉള്ളതാണ് എന്ന സ്വഭാവത്തിലാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റിന്റെ ഒരു ലോകം നമുക്ക് തുറന്നു കിട്ടിയതിന്റെ ശേഷം 2 തരത്തിലാണ് മനുഷ്യർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. 2 തരത്തിലെന്ന് പറഞ്ഞാല്, ഒരു കൂട്ടർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒക്കെയുമുള്ള അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഭയപ്പാടുകളും അതേപോലെ തന്നെ ചികിത്സയെക്കുറിച്ചും മരുന്നുകളെ കുറിച്ചും ഒക്കെയുള്ള വല്ലാത്ത അതിര് കവിഞ്ഞ വിശ്വാസങ്ങളും അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയി. ഇനി നേരെ തിരിച്ച് വേറൊരു കൂട്ടർക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഭയം അധികരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഭയം അധികരിക്കുക എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗൂഗിള് സെർച്ച് ചെയ്യണം.
അപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ലിനിക്കൽ കോറിലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഏതൊരു അസുഖങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആ അസുഖത്തിന് സാധാരണ നിലക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് രോഗങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ടാകും, സെക്കൻഡറി ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് ഉണ്ടാവും. ഈ സിംറ്റംസിന് മിക്കവാറും അത് വയറിളക്കത്തിന്റെ കൂടെ ഉണ്ടാകും, പനിയുടെ കൂടെ ഉണ്ടാകും, കഫക്കെട്ടിന്റെ കൂടെ ഉണ്ടാകും, ഇനി വേറെ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള അസുഖങ്ങളുടെ കൂടെ, പല രോഗങ്ങളുടെയും കൂടെ ഒരേ സ്വഭാവത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. മിക്കവാറും എല്ലാ സെർച്ചുകളുടെയും ഒരു അവസാനം എന്ന് പറയുന്നത് അതില് ക്യാൻസറസ് ആയിട്ടുള്ള, ക്യാൻസറിന് സാധ്യതയുള്ള പിന്നെ ചില സൂചനകൾ. ഇപ്പൊ ഒരു ഉദാഹരണത്തില് പലപ്പോഴും പേഷ്യൻസ് തന്നെ പറയാറുള്ള ഒരു കാര്യമാണ്, വായിൽ വെളുത്ത കളറിലുള്ള എന്തെങ്കിലും അടയാളം കണ്ടാൽ മിക്കവാറും ആളുകൾ അത് ക്യാൻസർ ആണ് എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. ക്യാൻസർ ആണ് എനിക്ക് എന്ന് സംശയിക്കുന്ന സ്വഭാവത്തില് അതേ അഭിപ്രായങ്ങൾ സ്വയം തന്നെ ഡയഗ്നോസ് ചെയ്തിട്ട് വരുന്ന പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കുകളിൽ ഉണ്ടാവാറുണ്ട്. ശരിക്കും ഒരേ സമയവും സങ്കടവും അതേപോലെ തന്നെ നമുക്കൊരു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അവർക്ക് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് പോലും പ്രയാസമായിട്ട് തോന്നാറുണ്ട്. കാരണം അത്രയധികം ഈ ഒരു കാര്യത്തിൽ അവരുടെ ഉള്ളിൽ ഈ ഒരു അസുഖത്തെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ അങ്ങേ അറ്റത്തെ തെറ്റായ ധാരണകൾ ഈ ആളുകളുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരാറുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് പോലും പലപ്പോഴും പ്രയാസമായിട്ട് തോന്നാറുണ്ട്. അതേസമയം അവരുടെ രോഗലക്ഷണങ്ങൾ എന്താണോ കണ്ടത് ആ ലക്ഷണങ്ങൾ മാറുന്നതിനനുസരിച്ച് പിന്നീട് അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളെ വേഗം ഉൾക്കൊള്ളുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഇത്തരം രോഗഭീതി കൊണ്ട് മാനസിക നില തകരാറിലായിട്ടുള്ള ആളുകൾ, അങ്ങനെ മാനസികത തകരാറിലായിട്ട് അതിന് ചികിത്സക്ക് വന്ന പേഷ്യൻസ് ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. അതായത് എനിക്ക് ഇന്ന അസുഖം ആണോ, എനിക്ക് അതേ നിരന്തരം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും രാത്രി ഉറങ്ങുക പോലും ചെയ്യാതെ കൂടെ കിടക്കുന്ന പ്രിയതമനോട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ അയാളുടെ ഉറക്കം കൂടെ കളയുന്ന അവസ്ഥയിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള ആളുകൾ പലരും പല തരത്തിലുള്ള മാനസികമായ വളർച്ചയുള്ള അല്ലെങ്കിൽ മാനസികമായ പക്വതയുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് ഉണ്ടാവേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളോട് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ക്ലെയിം, അത് ഏത് രീതിയിലും തെളിയിക്കാൻ സാധിക്കും. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള മെഡിക്കേഷനും ഇല്ലാത്ത ഇഷ്ടം പോലെ മനുഷ്യരെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ, അതായത് ഒരു പനി ഉണ്ടായി മാറിക്കഴിയുന്ന സമയത്ത് ഞാൻ ഇത്തവണ ഒരിക്കൽ പോലും മരുന്നെടുക്കാതെ ആദ്യമായിട്ട് എൻ്റെ അസുഖം മാറുന്നു. അത് ഏത് അസുഖങ്ങളിലും, ഇനി ശ്വാസം മുട്ടലാണെങ്കിലും ശരി, പിന്നെ ഈ മറ്റ് അസുഖങ്ങൾ, ഇപ്പൊ പല അസുഖങ്ങളും മിക്കപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രോഗം എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ ഒരു രോഗം വന്നാൽ ആ രോഗം മാറുക എന്നുള്ളതാണ് പ്രകൃതി നിയമം. ആ രോഗം മാറണം. ആ രോഗം മാറുക എന്ന് പറഞ്ഞാൽ ആ രോഗം വേറൊരു രോഗമായിട്ട് മാറുക എന്നുള്ളതല്ല. ആ രോഗം പൂർണ്ണമായിട്ട് ഒരു ചികിത്സയിൽ മാറിപ്പോവുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള മരുന്നുകളും ഇല്ലാത്തൊരു ചികിത്സയാണല്ലോ അക്യുപങ്ചർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ വെളിച്ചം കൂട്ടായ്മയുടെ ഒക്കെ ആളുകൾ പ്രതിനിധാനം ചെയ്യുന്ന അക്യുപങ്ചർ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഔഷധ പ്രയോഗങ്ങളും ഇല്ലാത്ത, ഔഷധ പ്രയോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം ആണ്, ഔഷധങ്ങൾ അല്ല എന്ന പേരില് വേറെ ചില ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ഇങ്ങനെ ഇതിന്റെ കൂടെ, അതായത് വേണമെങ്കിൽ അതിനെ കീമോഫോബിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മരുന്നുകളെ പേടിക്കുന്ന വലിയൊരു സമൂഹം കൂടെ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മരുന്നുകളെ പേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മരുന്നിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? മരുന്നിനൊരു പകരക്കാരൻ വേണ്ടേ? അതായത് രോഗം മാറണമെന്നുണ്ടെങ്കിൽ ഇന്നതൊക്കെ ചെയ്യണം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമുക്ക് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വീട്ടില്, നമ്മുടെ പരിസരത്ത്, നിങ്ങളിൽ തന്നെ ചിലർ, അങ്ങനെ പറയാം, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊരു അസുഖം, എന്തെങ്കിലും ഒരു ശാരീരികമായ വിഷമതകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിന് എന്താണ് കലക്കി കുടിക്കേണ്ടത്?
എന്താണ് വേവിച്ച് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വസ്തുവാണ് ഉപയോഗിക്കേണ്ടത്. മരുന്ന് വേണ്ട, കാരണം മരുന്നിനെ അവർക്ക് പേടിയാണ്. എന്നിട്ട് ഈ ആളുകൾ പലപ്പോഴും എത്തിപ്പെടാറുള്ളത് മരുന്നിനേക്കാൾ മാരകമായ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതിയിൽ തന്നെയുള്ള പല വസ്തുക്കളിലാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വില കൂടുതലുള്ള ഒരു പച്ചക്കറി സാധനമാണ് നമ്മുടെ കാന്താരി മുളക്. ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും? വീട്ടിലുള്ള കാന്താരി മുളക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വർണം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ വെളിച്ചെണ്ണ പോലെ ഭയങ്കര വിലപിടിപ്പുള്ള ഒരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട്. നല്ല വിലക്കാണ് ആ സാധനം വിൽക്കാറുള്ളത്. ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് ചോദിച്ചാൽ, ആർക്കൊക്കെ കൊളസ്ട്രോളിന് പേടിയുണ്ടോ, ആർക്കൊക്കെ ആ സ്വഭാവത്തിലുള്ള ഹൃദ്രോഗ സംബന്ധമായ കാര്യങ്ങൾ പേടിയുണ്ടോ, ആ പേടിയുള്ള മനുഷ്യന്മാരാണ് ഈ സാധനം വാങ്ങിച്ച് കൊണ്ടുപോകാറുള്ളത്. അപ്പോ എന്നിട്ട് പകരം, അതായത് ഈ മെഡിസിന് പകരമായിട്ട് ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ഇത് എന്താ പറയാ, ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന, നമ്മുടെ ആന്തരികമായ ദഹന വ്യവസ്ഥക്കും ദഹനേന്ദ്രിയങ്ങൾക്കും അവിടെയുള്ള സംഗതികൾക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രയാസമുണ്ടാക്കുന്ന, അതിശക്തമായ നീറ്റലുണ്ടാക്കുന്ന, ആ സെല്ലുകൾക്കൊക്കെ സാരമായി അതിനെ ബാധിക്കുന്ന ഒരു സംഭവമാണിത്. പക്ഷെ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി ആ സാധനം പല രീതിയിലും കലക്കി കുടിക്കുന്ന ഇഷ്ടം പോലെ മനുഷ്യരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ നല്ലത് ഒരു പക്ഷേ അലോപ്പതി മരുന്നാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത്, പലതും എത്രയോ ആളുകളുണ്ട് അനങ്ങിയാല് മഞ്ഞൾ കലക്കിയിട്ട് പാലിലും അല്ലെങ്കിൽ പല രീതിയിലും ഒക്കെ അങ്ങനെ കലക്കി കുടിക്കുന്ന മനുഷ്യന്മാര്. ഇതൊക്കെയും നമ്മുടെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിന് മിതമായ അവസ്ഥയിൽ മനുഷ്യന് പറ്റുന്ന സ്വഭാവത്തിൽ ഈ വസ്തുക്കളൊന്നും ഉപയോഗിച്ചാൽ ഒരു തരത്തിലുമുള്ള അപകടങ്ങൾ ഉണ്ടാക്കുകയില്ല, അതിൻ്റെതായിട്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതേസമയം ഇവ ഏത് തരത്തിൽ ഈ സ്വഭാവത്തിലുള്ള വസ്തുക്കൾ ഇപ്പോ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഇടയ്ക്കൊക്കെ പലപ്പോഴും ചർച്ച വരാറുള്ള സാധനമാണ് ഈ ചില തരത്തിലുള്ള ചീരവർഗ്ഗങ്ങൾ പലപ്പോഴും ഭയങ്കര ടോക്സിസിറ്റി ഉള്ള പല സാധനങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ നോർമലി നമ്മുടെ ഒരു ഭക്ഷണ വസ്തു എന്നുള്ള സ്വഭാവത്തിൽ അത് ഉപയോഗിച്ചാൽ നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നം അത് ഉണ്ടാക്കില്ല. അതേ സമയത്ത് അതൊരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ട് അത് കുറെ ഉണ്ടാക്കി കഴിക്കുക എന്ന സ്വഭാവത്തിലാണ് എന്നുണ്ടെങ്കിൽ അത് പല തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സാധാരണ നിലയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് മനുഷ്യന്മാർക്ക് അത് അതുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് പലപ്പോഴും അറിയാറില്ല. ഇപ്പോ നമ്മള് അസുഖത്തിന് കഴിക്കുന്ന മരുന്നുകള് നമുക്ക് പിന്നീട് മറ്റസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? എന്ന പോലെ തന്നെയാണ് നമ്മൾ ഏതെങ്കിലും വസ്തുക്കള് നമ്മൾ സാധാരണ എന്താ പറയുക, സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വസ്തു നമ്മൾ അമിതമായിട്ടൊരു മരുന്ന് പോലെ ഉപയോഗിക്കുകയോ പ്രയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തും സാധാരണ നിലയിൽ എന്തുണ്ടാകും, അത് നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള വ്യവസ്ഥയെ തകരാറിലാക്കുകയും നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന സംഗതികളാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും സാധാരണ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അഡ്വൈസ് ഒക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ അത് പ്രകാരമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു തരത്തിലുമുള്ള വിദ്യാഭ്യാസവും ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഇത് പിന്നെ നമുക്ക് ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഉപയോഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് എന്താണ് എൻ്റെ ശരീരത്തിന് ഉണ്ടാകുന്ന ഈ രോഗാവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത് സ്വാഭാവികമായിട്ടും വന്നു പോകാൻ എത്ര സമയമെടുക്കും? ഇപ്പൊ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ലോകത്ത് എല്ലായിടത്തുമുള്ളൊരു ചൊല്ലാണ്, ജലദോഷം വന്നു കഴിഞ്ഞാൽ അത് 7 ദിവസം കൊണ്ട് മാറും, അല്ലെങ്കിൽ ഒരാഴ്ച പിടിക്കും എന്ന് പറയുന്നത് തമാശയായിട്ട് പറയുന്ന എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതേപോലെ തന്നെ മിക്കവാറും എല്ലാ രോഗാവസ്ഥകൾക്കും സാധാരണ നിലയിലുള്ള അത് ക്യൂർ ആകാൻ എടുക്കുന്ന ഒരു സമയമുണ്ടാകും. ആ സമയം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ രോഗത്തെക്കുറിച്ചുള്ള ഭീതിയുടെ ഒന്നാമത്തെ അവസ്ഥ തന്നെ നമുക്ക് അവസാനിച്ചു പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മീറ്റിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളെ ഓരോ ആളുകൾക്കും ഇപ്പൊ പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾക്കും അപ്പുറം UK-യിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ഒക്കെ
ജോലി ചെയ്യുന്ന ആളുകളും അവിടെ ജീവിക്കുന്ന ആളുകളും പഠിക്കുന്ന ആളുകളും ഒക്കെ ഉള്ള ആളുകളാണ് നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം ആളുകളുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഓരോ ഓരോ രാജ്യങ്ങളിലുമുള്ള രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട്, അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള രാജ്യങ്ങളുടെ പൊതുവായിട്ടുള്ള ചില പ്രോട്ടോകോളുകൾ, ചില കാര്യങ്ങൾ ഉണ്ടാകും. അതെന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കൂ. നിങ്ങളിപ്പോ, ഞാൻ ഖത്തറിലുണ്ടായിരുന്ന ഒരാളാണ്. അവിടെ പല അസുഖങ്ങൾക്കും ആർക്കെങ്കിലും അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരാഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് പലപ്പോഴും അതിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ ലഭിക്കുക. ഇത് UK വർക്ക് ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ അവിടുത്തെ ഹോസ്പിറ്റൽ ഈ സെക്ടറിൽ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പറയാറുള്ള ഒരു കാര്യം ആണ്, അവിടെ ഒരു പനിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാലൊന്നും 2-3 ആഴ്ചകളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് അവർ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക എന്നും, അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ പിന്നെ മെഡിസിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ഉപയോഗമൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെയോ ഇതിനിടയിൽ ഇടുന്ന ചില കമന്റുകൾ ഉണ്ട്. ജസ്റ്റ് അതിലൊന്നിപ്പോ ഒരാൾ പറഞ്ഞത് ഈ സ്റ്റിക്കർ ഇടാതിരുന്നൂടെ എന്നുള്ളതാണ്. അത് നന്നായിരിക്കും തോന്നുന്നു. കാരണം സ്വാഭാവികമായിട്ടും നമ്മളൊരു ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാൻ, ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കും ഇപ്പൊ പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാൻ ഒരു പക്ഷെ അത് സഹായകമാകും എന്ന് തോന്നുന്നു. അപ്പൊ അത് മറ്റാർക്കെങ്കിലും അത് പ്രയാസമാകുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും അത് സൂചിപ്പിച്ചിട്ടുണ്ടാവുക. ഏതായാലും അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ, പിന്നെ രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഓരോ രാജ്യങ്ങളിലും അവർക്ക് അവരുടെ ഓരോ രാജ്യങ്ങളിലെയും പ്രോട്ടോകോളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ അവരുടെ പൊതുവായിട്ടുള്ള നിയമ സംവിധാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇപ്പൊ കഴിഞ്ഞ വർഷം മുതലൊക്കെയാണ് ഇന്ത്യ ഗവൺമെന്റ് ആന്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗത്തെക്കുറിച്ചും ഉള്ള പിന്നെ എന്താ പറയുക, ബോധവൽക്കരണം ഇപ്പൊ അത് എല്ലാ സ്റ്റേറ്റുകളിലും, അതേപോലെ തന്നെ കേരള ഗവൺമെന്റ് അടക്കമുള്ള നമ്മുടെ മെഡിക്കൽ സംവിധാനം എല്ലായിടത്തും അത്തരം കാര്യങ്ങളിലുള്ള വലിയ ബോധവൽക്കരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങളായിട്ട് പല രാജ്യങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള സ്വഭാവത്തില്, അതായത് എത്ര ഈ സ്ട്രോങ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്കുകൾ പ്രയോഗിച്ചാലും ആ മരുന്നുകൾ ഒരു തരത്തിലും ഫങ്ഷൻ ആവാത്ത, അല്ലെങ്കിൽ അതിന്റെ പ്രതികരണമില്ലാത്ത അവസ്ഥ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ഈ അമിതോപയോഗം കൊണ്ടാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോ അത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്, വളരെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയോ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിലൊരു സ്വാഭാവികം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എത്രയേ ഉള്ളൂ, എന്തുകൊണ്ടാണത് എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരിക എന്നുള്ളത് നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ ഏത് അസുഖങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് വേഗം മനസ്സിലാകാൻ, ഇപ്പൊ മിക്കവാറും ഈ ഗ്രൂപ്പിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും കോവിഡിന്റെ സീസണിൽ ഉണ്ടായിട്ടുള്ള ആളുകളാണ്. അതായത് കോവിഡിനെ മറികടന്ന് വന്ന ആളുകളാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ആലോചിച്ചാൽ മതി, ആ സമയത്ത് ഹോസ്പിറ്റലുകളിലേക്ക് പോയിരുന്ന ആളുകൾ, ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതല്ലെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് കൊടുക്കുന്ന പാരസെറ്റമോൾ ടാബ്ലറ്റ്, അതേപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള നമ്മുടെ ഇതിനെ ബന്ധപ്പെട്ടിട്ടുള്ള സ്വഭാവത്തിലുള്ള മെഡിസിൻസ്, അതായത് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് ഉള്ള മെഡിസിൻസ്, ഗ്യാസിനുള്ള എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മരുന്നുകൾ നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതിയായിരിക്കും. ഈ സ്വഭാവത്തിലുള്ള മെഡിസിൻസ് അതിൻ്റെ കൂടെ മിക്കവാറും എല്ലാ ആന്റിബയോട്ടിക്കുകളുടെയും അല്ലെങ്കിൽ വേദനാസംഹാരികളുടെയും ഒക്കെ കൂടെ ഗ്യാസിനുള്ള മെഡിസിൻസ് കൂടെ എഴുതി കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണത്? ഗ്യാസിനുള്ള മരുന്ന് എന്തിനാ കൊടുക്കുന്നത്? ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ആ ഗ്യാസ് അല്ലട്ടോ. ഗ്യാസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റൊമക്കിനെയാണ്. അപ്പോ അതായത് നമ്മുടെ വയറിലെ, നമ്മുടെ ആമാശയത്തിന്റെ അതിന്റെ ഒരു എന്താ പറയാ, ഒരു ഹോമിയോസ്റ്റാസിസ് ഉണ്ട്, ഒരു സന്തുലിതമായ ഒരവസ്ഥയുണ്ട്. അവിടെയുള്ള മൈക്രോബയോം, ഈ എന്താ പറയാ സൂക്ഷ്മജീവികളുണ്ട്. ഈ സൂക്ഷ്മജീവികളൊക്കെ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാൾ ക്യാൻസർ ട്രീറ്റ്മെന്റിന് നമ്മുടെ കുടുംബത്തിലോ പരിചയത്തിലുള്ള ആരെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ, നമ്മൾ അവരെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ കാണുന്ന സംഗതി എന്താണ്? നമ്മൾ ആദ്യം കാണല് ആ റോസ് കളറിലുള്ള വയറ് ശരിയാകാനുള്ള അല്ലെങ്കിൽ വയർ അപ്സെറ്റ് ആകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻ ആയിരിക്കും.
നിങ്ങൾക്ക് ഏത് രോഗത്തിന് മരുന്ന് കഴിച്ചിട്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതെ ഇരുന്നിട്ടുള്ളത്? വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാതിരുന്നിട്ടുള്ളത്? ഏത് അസുഖത്തിന് മരുന്ന് കഴിച്ചിട്ടാണ്? പലപ്പോഴും നമ്മളെ ക്ലിനിക്കുകളിൽ പല ആളുകളും ഇപ്പൊ ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളായിട്ട് വരുന്ന, പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള അവരുടെ കേസ് സ്റ്റഡി ഒക്കെ നടത്തുമ്പോൾ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്, ഈ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ നന്നായിട്ട് മെഡിസിൻ എടുത്ത കുട്ടികളായിരിക്കും. അവര് മിക്കവാറും സ്കൂൾ വിട്ടു വന്നതിന് ശേഷമാണ് അവര് ടോയ്ലറ്റിലേക്ക് തന്നെ പോകുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ സാധാരണ നിലയിൽ കുട്ടികളെ ഇത് അധികമായിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ പല നിലക്ക് കുറവാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ബാധിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ബാധിക്കുന്നതിന് നമ്മൾ അടുത്തൊരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ മണ്ണിലൊക്കെ കളിക്കുന്ന കുട്ടികളാണ്. അതേപോലെ തന്നെ വലിയ ആളുകളെ പോലെ അത്രമാത്രം ഹൈജീനിക് അല്ലാതെ, വൃത്തിയുടെ കാര്യത്തിലൊന്നും അത്രമാത്രം സൂക്ഷ്മത ഇല്ലാത്ത മക്കളായതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു നശിപ്പിക്കപ്പെട്ട മൈക്രോ എന്താ പറയാ ബയോം, ആ ഒരു സംഗതിയുടെ ഒരു വീണ്ടുമുള്ള ഒരു ഇൻസ്റ്റാളേഷൻ ഏതെങ്കിലും നിലക്ക് അവരുടെ ശരീരത്തിൽ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ പലതരത്തിലുള്ള പച്ചക്കറികളിൽ നിന്നൊക്കെ ആയിട്ട് ഇത്തരം സംഗതികൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതിലൂടെയും നമുക്കത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലതിലൊന്നും ഒരു തരത്തിലുള്ള റീപ്ലേസ്മെന്റും പല ആളുകൾക്കും ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകൾ പിന്നീട് സ്ഥിരമായി വൈറസ് സംബന്ധമായിട്ട് അസുഖങ്ങളുള്ള രോഗികളായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും അതിനെ പിന്നീട് റിക്കവർ ചെയ്യുക എന്ന് പറയുന്ന, അതിൻ്റെ ഒരു റിവേഴ്സൽ എന്ന് പറയുന്നത് പലപ്പോഴും വലിയ പ്രയാസമുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആരോഗ്യത്തിനെ നമ്മുടെ ഏറ്റവും ശരിയായ രീതിയിൽ നിലനിർത്തുന്നതിനും അതിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു എന്താ പറയുക കോടിക്കണക്കിന് സെല്ലുകളും മറ്റും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് എന്ന പോലെ തന്നെ അവയുടെ സംവിധാനത്തിനുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് സൂക്ഷ്മജീവികൾ തന്നെയാണ്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ റിസർച്ചുകൾ പ്രകാരം ഈവൻ ഓട്ടിസം പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഓട്ടിസം ലൈക്ക് അസുഖങ്ങളുടെ കേസിൽ പോലും ഈ സൂക്ഷ്മജീവികളുടെ കുറവ്, അതായത് ഗട്ട് ബ്രെയിൻ എന്ന് പറയുന്ന, ഗട്ട് ബ്രെയിൻ എന്നാണ് സാധാരണ നമ്മുടെ വയറിനെ കുറിച്ച് പറയാറുള്ളത്, അത് ശരിയാവുന്നതോട് കൂടിയിട്ട് കുട്ടികളുടെ ഈ ADHD പോലെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി പോലെയുള്ള അസുഖങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മാറുന്നതായിട്ടുള്ളതാണ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള പഠനങ്ങളും മറ്റുമൊക്കെ കാണുന്നത്. അപ്പോഴൊക്കെ നമുക്ക് ഇതിന്റെ ഒരു മറുവശം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് നമുക്ക് പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൾ, ഞാനിതിന് ഒരു സിസ്റ്റത്തിനെ അല്ലട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ട, മറിച്ച് നമ്മൾ ഓരോ ആളുകളും ആ ഒരു ചികിത്സാ സംവിധാനം എന്നതിനേക്കാൾ അപ്പുറം ഈ കടകളിൽ പോയിട്ട് ഇന്നതിന്, ഗ്യാസിന്, അതല്ലെങ്കിൽ പനിക്ക്, അതല്ലെങ്കിൽ കഫക്കെട്ടിന് എന്ന സ്വഭാവത്തിൽ ആളുകളെ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിക്കൽ ഷോപ്പുകളിൽ പോയിട്ട് കൗണ്ടർ പുഷ് ഉണ്ടല്ലോ, അതായത് കൗണ്ടർ സെയിൽ, അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ വരുന്നത്. എന്തിനെയാണ് ഭയപ്പെടുന്നത്? അസുഖങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾ ശരിക്കും വിശദമായിട്ട് പഠിക്കേണ്ട ഏറ്റവും എന്താ പറയാ രസകരമായ, അതായത് നമുക്ക് അനുഗ്രഹമാണ് അസുഖങ്ങൾ എന്ന് മനസ്സിലാകുന്ന സ്വഭാവത്തിലാണ് ശരിക്കും അസുഖങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവുക. അതിന് വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ഓരോ അസുഖങ്ങൾ വന്നു പോയതിന്റെ ശേഷമുള്ള ഒരു അവസ്ഥയെ നമ്മൾ അറിയാന്നുള്ളതാണ്. ഒരസുഖം വന്നു പോയാൽ ആ അസുഖത്തിന് ശേഷം നമുക്കുണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. പലപ്പോഴും മനുഷ്യനെ അവന്റെ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും മനോഹരമായ ഈ പ്രകൃതിയിലെ സംവിധാനമാണ് അസുഖങ്ങൾ എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാവുക. ഇതിൽ എത്ര ഉമ്മമാരുണ്ടാവും, അമ്മമാരുണ്ടാവും നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഒന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ തന്നെ വല്യമ്മമാരുണ്ടാവും, പ്രായമായിട്ടുള്ള ആളുകൾ. സാധാരണ നമ്മുടെ നാട്ടിലെ എന്താ പറയാ ലോകത്ത് എല്ലായിടത്തുമുള്ള ഒരു പ്രയോഗമാണ് ടീത്തിങ് ട്രബിൾസ് എന്നുള്ളത്, അല്ലെങ്കിൽ ബാലാരിഷ്ടതകൾ. ആ പ്രയോഗം കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. എന്താണ് ഈ ബാലാരിഷ്ടത? ഏത് കുഞ്ഞുങ്ങൾക്കും അവരുടെ മൈൽ സ്റ്റോൺസ്, അവരുടെ ചെറുപ്പത്തിലുള്ള അവരുടെ വളർച്ചയുടെ ഓരോ പടവുകളിലും അവർക്ക് അസുഖങ്ങൾ വരുന്നത് കാണാം. ഓരോ പടവുകളിൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മൂവ്മെന്റ്സ്, ശരീരത്തിന്റെ മൂവ്മെന്റ്സ്, കുട്ടി കമിഴ്ന്ന് വീഴാൻ, മലന്ന് കിടക്കുന്ന കുട്ടി കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങുന്ന അതിനു മുമ്പ് കുട്ടിക്ക് അസുഖം ഉണ്ടാവും. ആ അസുഖം ഉണ്ടായി മാറിയതിന്റെ ശേഷമാണ് കുട്ടി കമിഴ്ന്നത്. അതിന്റെ ശേഷം കുട്ടി ഇരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാകും. കുട്ടിക്ക് ഓരോ പല്ല് വരുന്നതിന്റെയും മുമ്പ്, ഞാൻ ജനറലായിട്ട് പറയുകയാണ്, എല്ലാ കുട്ടികൾക്കും എല്ലാ സമയത്തും അങ്ങനെ അതുപോലെ തന്നെ വരും എന്ന് അല്ല ഈ പറയുന്നത്, മറിച്ച്
ഇതൊരു കോമൺ ആയ കാര്യമാണ്. ഓരോ അസുഖങ്ങളും വന്നു മാറുന്നതിനനുസരിച്ചാണ് കുഞ്ഞുങ്ങളുടെ വളർച്ച എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ വളരെ റെയർ ആയിട്ടുണ്ടാകുന്ന ചില കേസസ് ഉണ്ട്, വളരെ റെയർ ആയിട്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരു കുട്ടിക്ക് പല്ല് വരുന്നില്ല, അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ തലയിൽ തീരെ മുടി വളർച്ചയില്ല, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കൈകളുടെ നഖങ്ങളൊക്കെ ആകെ കറുത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി ഇരിക്കുന്നില്ല, കുട്ടിയുടെ തല ഉറക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സ്വഭാവത്തിൽ ചിലപ്പം ചില കുട്ടികളുടെ അവരുടെ ആ ഒരു വളർച്ചയുടെ ഘട്ടം അതിൽ ആ ചെറുപ്പത്തിലുള്ള സമയം ഭയങ്കര ഗ്യാപ്പ് ഉള്ളതായിട്ട് കാണുന്നതാണ്. ശരിക്കും ആ കുട്ടികളെ നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എത്ര പെട്ടെന്ന്, എത്ര ഭയപ്പാടോട് കൂടിയിട്ട് മെഡിക്കൽ കെയർ കൊടുക്കുന്ന കുട്ടികളാണോ ഉണ്ടാകുന്നത്, അത്തരം കുട്ടികൾക്കാണ് വളർച്ച ഭയങ്കരമായിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അസുഖം കൂടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ആളുകൾ ഭയപ്പെടുത്തി പോയിപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു സാമൂഹ്യ അവസ്ഥ. അത് നമ്മളോടുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടല്ല എന്ന്, നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, കെയർ കൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിന്റെ പിന്നിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടി എത്രമാത്രം വളർച്ചയ്ക്ക് അത് തടസ്സമാകുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്കറിയാം, തിരൂരിലുള്ള ഒരു പയ്യന്, അവരുടെ മദർ തിരൂരിലെ വളരെ പ്രമുഖമായ ഹോസ്പിറ്റലിലെ നഴ്സായിരുന്നു. ആ കുട്ടി ചെറുപ്പകാലം മുതൽ നിരന്തരം ഡിസെൻട്രി ഉണ്ടാകുന്ന, വയറിളക്ക അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഓരോ സമയത്ത് ഒരു തിരൂര് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ടും അവിടെ ഏറ്റവും മികച്ചൊരു പീഡിയാട്രീഷ്യൻ ഉള്ളത് കൊണ്ടും തന്നെ അവരുടെ കെയറിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. 2 വയസ്സ് വരെ ആ കുട്ടി എഴുന്നേൽക്കുകയോ ആ കുട്ടിയുടെ ശരീരത്തിൽ മുടി വളർച്ച അടക്കമുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള വളർച്ച പൂർണ്ണമായും പ്രയാസം ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അവര്. അങ്ങനെ അവരാരോ പറഞ്ഞറിഞ്ഞത് അനുസരിച്ചിട്ട് അവർ തിരൂരിൽ തന്നെയുള്ള പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയപ്പോൾ അവരാവശ്യപ്പെട്ടത്, ഇനി മേലിൽ കുട്ടിക്ക് വയറിളക്കം ഉണ്ടായാൽ ചികിത്സ മെഡിസിൻ കൊടുക്കരുത് എന്നുള്ളതാണ്. അത് അവർക്ക് വലിയ പ്രയാസമായിട്ട് തോന്നി. അപ്പൊ അവർ പിന്നീട് പെട്ടെന്ന് കുട്ടിക്ക് അസുഖം ഉണ്ടായപ്പോൾ അവിടെ കൊണ്ടുപോവുകയും എന്നിട്ട് അവിടെ തന്നെ ചെലവഴിക്കുകയും ചെയ്തു. അതായത് അവരുടെ പരിചരണത്തിൽ നിൽക്കുകയും ചെയ്തു. അവിടെ എന്തെങ്കിലും മെഡിസിൻ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും സാധനങ്ങൾ പോലും കൊടുക്കാൻ കഴിയില്ല. അവിടെ നിന്ന് ആ അസുഖം സ്വാഭാവികമായിട്ട് മാറുന്നത് ആ അമ്മ ആദ്യമായിട്ട് കാണണം. അത് കണ്ടു എന്ന് മാത്രമല്ല, പിന്നീട് ആ ഒരു സമയം കഴിഞ്ഞതിന്റെ ശേഷം അവര് തിരിച്ചു പോകുന്നു. പിന്നീട് ഇതേപോലെ തന്നെ വീണ്ടും വീണ്ടും ആ അസുഖം വരുന്നുണ്ട്. ആ അസുഖം വരുന്ന ഓരോ സമയത്തും അവര് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് അവരുടെ ഭയങ്ങളൊക്കെ നീങ്ങിയെങ്കിൽ പോലും അവര് അവിടെ കൊണ്ടുവരികയും അവിടെ കിടക്കുകയും കുട്ടിയുടെ കൂടെ അവർ സമയം ചെലവഴിക്കുകയും ചെയ്യായിരുന്നു. എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചാല്, ഞാൻ ഈ അമ്മയിൽ നിന്ന് തന്നെ നേരിട്ട് കേട്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ അമ്മ തന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഇന്നെന്റെ മകന് ബാംഗ്ലൂരിൽ ബിടെക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതായത് അതിന്റെ ശേഷമാണ് ആ കുട്ടിക്ക് പിന്നെ ശരീരത്തിൽ മറ്റു മാറ്റങ്ങൾ, മുടി വളരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, കുട്ടി എഴുന്നേൽക്കാനും നടക്കാനും ഒക്കെ തുടങ്ങിയത്. ഇതുപോലെ സമാനമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, നമ്മള് ഒരു കെയറിന്റെ പേരിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിലും പലപ്പോഴും അതിനെ എന്താ പറയാ, ആ ഒരു കാര്യം നമുക്ക് പിന്നീട് അപകടമാകുന്ന സ്വഭാവത്തിലാണ്. അതേസമയം ഇതേ ആളുകൾക്ക് അറിയാം ഈ കുട്ടികളുടെ ഇത്തരത്തിലുള്ള വളർച്ചകൾ, ഈ കുട്ടിക്ക് ഒരു അസുഖം വരുന്ന സമയത്ത് പഴയ ഉമ്മമാരൊക്കെ പറയും അത് കുട്ടിക്ക് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ്, ഇന്ന രീതിയിലാണെന്നൊക്കെ പറയും. ഇപ്പൊ അത്തരത്തിലുള്ള അറിവുകളില്ല, മറിച്ച് അതിനു പകരം ഇപ്പോഴുള്ള വല്യമ്മമാരാണ് ഏറ്റവും അധികം ഭയപ്പെടുന്ന ആളുകൾ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എല്ലാ കാര്യത്തിലും ഇപ്പോഴുള്ള ഈ ജനറേഷനേക്കാൾ പേടിയാണ് ഈ വല്യമ്മമാരുടെ ജനറേഷൻ എന്നാണ്. അവരാണ് ഏറ്റവും അധികം നിർബന്ധിക്കുന്നതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നതൊക്കെ. നമ്മുടെ ഒരു സമീപനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത്. നമ്മുടെ മാത്രം പ്രശ്നമാണിത്. ലോകത്ത് എല്ലായിടത്തും ഇതേ രീതിയല്ല. ലോകത്തെ ഓരോ രാജ്യങ്ങളിലും അവർക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ നാട്ടിലുള്ളത് സ്വഭാവത്തിലുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു രീതി ലോകത്ത് വേറെ എവിടെയും ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് എനിക്ക് ഇതിനോട് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ശരിക്കും ഇതിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഡാറ്റകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം.
ലോകത്ത് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും അധികം ആളുകൾക്ക് എന്ത് ഒരു അസുഖം കൊണ്ടാണ് ആളുകൾ മരണപ്പെടുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രാജ്യങ്ങളുടെ ഡാറ്റകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ലോകത്ത് നിന്ന് അത്തരം ഡാറ്റകൾ ഏറ്റവും നമുക്ക് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്ന ഒരു സ്ഥലം US ആണ്. US ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഹൃദയരോഗ സംബന്ധമായി, അങ്ങനെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട്. 2ാം സ്ഥാനത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ക്യാൻസർ ആണ്. 3ാം സ്ഥാനത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അയാട്രോജനിസിസ് അല്ലെങ്കിൽ അയാട്രോജനിക് ആയിട്ടുള്ള രോഗങ്ങൾ കൊണ്ടാണ് ആളുകൾ കൊല്ലപ്പെടുന്നത്. എന്താണത്? അതെന്താന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവേ ഉള്ളൂ. അത് നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആശുപത്രി അപകടങ്ങൾ എന്ന് പറയാം. ആശുപത്രി അപകടങ്ങൾ എന്ന് പറയുന്നത് ടു എറോയ്സ് ഹ്യൂമൻ എന്ന് സാധാരണ പറയുന്നത്, തെറ്റുപറ്റുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ് എന്ന് പറയാറുണ്ട്. അത് ഒരു വശം. അതിനപ്പുറത്തുള്ളൊരു കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ അല്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്ന, അങ്ങനെ ഉണ്ടല്ലോ, അതായത് രക്ഷപ്പെടുത്താൻ പറ്റുന്ന സ്വഭാവത്തിൽ ഉള്ള കാര്യങ്ങളായിരുന്നു, പക്ഷെ അത് മെഡിക്കേഷൻ കൊണ്ടോ സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ ആണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ അതായത് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സാ സംവിധാനമുള്ള, ലോകത്തെ ഏറ്റവും കൂടുതൽ ചികിത്സയിലുള്ള പിഴവുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന രാജ്യമാണ് US എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം US ചികിത്സക്ക് പോകുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, നമ്മൾ കോമഡി ആയിട്ട് പറയാറുണ്ട്, ഇവിടെയുള്ള ആളുകളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. മറ്റെന്തെങ്കിലും പലതരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാൻ നമ്മുടെ ഒരു വിഷയമല്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള അത്രയും സൂക്ഷ്മതയും ശ്രദ്ധയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളും അത് ഒരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു പോസ്റ്റ് സർജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ് മെഡിക്കേഷൻ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡാറ്റകളും സൂക്ഷിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ അവിടെയുള്ള റോഡ് ആക്സിഡന്റുകളുടെ, അതായത് അമേരിക്കയിലുള്ള റോഡ് ആക്സിഡന്റുകളുടെ 10 ഇരട്ടിയാണ് അവിടെയുള്ള ഹോസ്പിറ്റലിൽ നടക്കുന്ന പിഴവുകളുടെ അതിന്റെ പ്രശ്നം എന്നുള്ളതാണ്. നിങ്ങൾ അതൊരു മരണത്തെക്കുറിച്ചുള്ള ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ചികിത്സകൾക്കും, അതായത് എവ്രി പിൽ അങ്ങനെ പറയുമല്ലോ സാധാരണ, ഓരോ പില്ലും ഓരോ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കേഷനും നമ്മളെ രോഗിയാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ രസതന്ത്രം അതുകൂടി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് അനങ്ങിയാൽ ഏതൊരു കാര്യത്തിനും ചികിത്സക്ക് വേണ്ടിയിട്ട് ഓടുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിപ്പോ നമ്മളിപ്പോ ഒരു അക്യുപഞ്ചർ അല്ലെങ്കിൽ വേറൊരു ചികിത്സാ രീതിയിലുള്ള ആള് മറ്റൊരു ചികിത്സയെ ഇടിച്ചു താഴ്ത്തി കെട്ടാൻ പറയുന്നത് എന്ന സ്വഭാവത്തിൽ ഒരു പക്ഷേ ആർക്കെങ്കിലും തോന്നിയാൽ ഞാൻ അവരെ കുറ്റം പറയില്ല. പക്ഷെ തീർച്ചയായും എൻ്റെ ഉദ്ദേശം അതല്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അക്യുപഞ്ചർ എന്ന് പറയുന്ന നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചികിത്സ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റുകളും വിൽക്കാനുള്ള ഒരു സംവിധാനമല്ല. ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മെഡിസിൻസോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് സപ്ലിമെന്റുകളോ നിങ്ങൾക്ക് ഒരാളും തരൂല. അങ്ങനെ തരുന്ന ഏതെങ്കിലും ഒരു അക്യുപഞ്ചർ സെന്ററുകൾ, ഏതെങ്കിലും ഒരു അക്യുപഞ്ചർ ഹോമുകൾ നിങ്ങൾ ഉണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ പിന്നെ പുറത്താണ്. കാരണം അങ്ങനെ ഒരു സംഭവം അസുഖങ്ങൾക്കോ മറ്റോ ഒന്നും ആവശ്യമില്ല. അതല്ലാത്ത സ്വഭാവത്തിൽ തന്നെ ശരീരത്തിനെ കൊണ്ട് തന്നെ ശരീരത്തിന്റെ അസുഖങ്ങളെ മാറ്റാൻ സാധിക്കും എന്നുള്ള അതിന്റെ ഒരു കലയാണ് യഥാർത്ഥത്തിൽ അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സയിലൂടെ നമ്മൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു ശതമാനം ആളുകൾ പലപ്പോഴും ഈ നമ്മുടെ ക്ലിനിക്കുകളിൽ വന്നിട്ടുള്ള ആളുകളായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് വന്നാൽ ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു പൾസ് നോക്കുന്നു, എന്നിട്ട് ടച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നീഡിൽ ചെയ്യുന്നു, അതോടുകൂടി കഴിഞ്ഞു. ഇതിന് ആകെ എടുക്കുന്ന സമയം എത്രയെന്ന് ചോദിച്ചാൽ സെക്കൻഡുകൾ മാത്രമാണ്. അതേ സമയത്ത് ഓരോ സെന്ററിൽ നിന്നും മിക്കപ്പോഴും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എങ്ങനെ ഉറങ്ങണം, എപ്പോൾ ഉറങ്ങണം, എന്ത് കഴിക്കണം, എപ്പോൾ വെള്ളം കുടിക്കണം, എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അങ്ങനെ ഏത് സമയത്ത് നമ്മൾ വിശ്രമിക്കണം, അങ്ങനെ തുടങ്ങി ജീവിതത്തിലെ വളരെ ബേസിക് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാതിരിക്കാറില്ല. ആ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ
നിങ്ങൾ വീണ്ടും രോഗിയായി ഒരു രോഗിയുടെ പരിദേവനങ്ങളായിട്ട് ആവലാതികളുമായിട്ട് വീണ്ടും നമ്മുടെ അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ പിന്നിലുള്ള മിക്കപ്പോഴും അതിന്റെ പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ ലൈഫിലുള്ള, നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റായ രീതിയിലുള്ള പലതരത്തിലുള്ള ശീലങ്ങളുമാണ്. പലപ്പോഴും നമ്മളെ രോഗത്തിന്റെ പിടിയിൽ സദാ പിടിച്ചു കെട്ടുന്നത് എന്താണ് എന്ന് ചോദിച്ചാല് ആ രോഗത്തിനെ അമർത്തുന്നതിന് വേണ്ടി, ആ രോഗത്തിനെ കാണാതാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഇടുന്ന സിമന്റാണ്. അല്ലെങ്കിൽ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഇടുന്ന പുട്ടി ഉണ്ടല്ലോ, എന്നിട്ട് പെയിന്റ് അടിക്കുന്ന ഒരു പരിപാടി. ഈ ഒരു സംഗതിയാണ് പലപ്പോഴും നമ്മളെ രോഗികൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ സ്ഥിരമായിട്ട് നിർത്തുന്നത്. എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-ലധികം കുട്ടികളെ ക്ലിനിക്കിൽ വന്നിട്ട്, അതായത് സ്ഥിരമായിട്ട് ആസ്മയുണ്ടായിരുന്ന, സ്ഥിരമായിട്ട് ചെറുപ്പം മുതൽ ആസ്മയുള്ള, അതിന്റെ പേരിൽ നിരന്തരം സ്കൂളുകൾ മുടങ്ങിയിരുന്ന, ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന, അതേപോലെ തന്നെ വീട്ടിൽ സ്ഥിരമായിട്ട് നെബുലൈസേഷൻ ഒക്കെ നടത്തിയിരുന്ന 10-ലധികം കുട്ടികളെ ഉറപ്പായിട്ടും എനിക്ക് കാണിച്ചു തരാൻ സാധിക്കും. അതായത് ഇപ്പോൾ പൂർണ്ണമായും ആ അസുഖമില്ലാത്ത അവസ്ഥയിൽ അവർ സ്ഥിരമായിട്ട് സ്കൂളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത്, ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു വീസിംഗ് ഒക്കെ ഉണ്ടായിട്ട് വന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വർഷം ആയിരിക്കും, അതായത് ഒരു വർഷം അതിനിടയിൽ അവർക്ക് ഉണ്ടായിട്ടില്ല. അവര് പൂർണ്ണമായും മറ്റെല്ലാ ചികിത്സകളെയും പൂർണ്ണമായും പാടെ ഉപേക്ഷിച്ച് ഈ ഒരു മരുന്നും ഇല്ലാതെ തന്നെ ഈ ചികിത്സ കൊണ്ട് പൂർണ്ണമായ ശരിയായ രീതിയിലുള്ള രോഗശമനം നേടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്? നമ്മുടെ ശ്വാസം മുട്ടുണ്ടാകും, അപ്പൊ അതിനുള്ള ചികിത്സയൊക്കെ ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കാലിലോ മറ്റോ ഒക്കെ ചൊറിയോ വ്രണങ്ങളോ അല്ലെങ്കിൽ ത്വക്ക് രോഗങ്ങളോ മറ്റു സംഗതികളോ ഉണ്ടാകും. അപ്പൊ അതിനുള്ള മെഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ അതൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ശ്വാസം മുട്ട് വരും. ഈ രീതിയിലുള്ള ഒരു കയറ്റിറക്കങ്ങളാണ് സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായ ചികിത്സകളിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചിട്ടുള്ള ചികിത്സകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനു പകരം ഇത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന, അതേ സമയത്ത് നമുക്ക് നമ്മുടെ ശരീരം എത്രമാത്രം പെർഫെക്റ്റ് ആണ്, നമ്മുടെ ശരീരത്തില് രോഗങ്ങൾ മാറുന്നതിനുള്ള സംവിധാനങ്ങൾ എത്ര മനോഹരമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ പ്രായമായ ആളുകൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് പിന്നീട് വരുന്ന അവരുടെ രാവിലെയുള്ള നിരന്തരമുള്ള തുമ്മലാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളാകട്ടെ, അതിനെക്കുറിച്ച് അവർ പറയാറുള്ളത്, ഇപ്പോ തുമ്മുന്നുണ്ട് പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ ഇന്നലെയൊക്കെ പൊടി തട്ടി, ഞാൻ കുറച്ച് സമയം ഞാനൊന്ന് തുമ്മി, അതിന്റെ ശേഷം അത് മാറി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതായത് പൂർണ്ണമായും മുഖമൊന്നും കെട്ടാതെ മുറ്റമടിച്ചു വാരി, അതല്ലെങ്കിൽ പുസ്തകങ്ങൾ വൃത്തിയാക്കി, എന്നിട്ട് അതിന്റെ ശേഷം ഇപ്പൊ അത് പൂർണ്ണമായിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സയുടെ ഒരു പ്രത്യേകമായ മാജിക് കൊണ്ട് സംഭവിക്കുന്ന ഒരു അത്ഭുതമായിട്ടല്ല നിങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. മറിച്ച് നമ്മുടെ ശരീരത്തിലുള്ള വളരെ അന്യൂനമായ, അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് രോഗം മാറുന്നതിനുള്ള ഒരു സംവിധാനം നമ്മുടെ ഓരോ ആളുടെയും ശരീരത്തിൽ, ഓരോ ജീവികളുടെയും ശരീരത്തിൽ അത് ഇൻസ്റ്റോൾഡ് ആണ്. അതിനെ നമ്മൾ കാലങ്ങൾ കൊണ്ടുള്ള എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല, വിശ്വാസികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യന്റെ ശരീരത്തിൽ ദൈവികമായിട്ടുള്ള സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് അതിനെ കാണാം. അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലുള്ള നേരെ തിരിച്ചുള്ളൊരു വിദ്യാഭ്യാസമാണ് നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന അസുഖം അത് മാറില്ല, ഇന്ന അസുഖം അത് മാറില്ല, അത് തീരെ മാറാത്തതാണ്, അത് അതൊരു ജനറ്റിക് ആയിട്ടുള്ള സ്വഭാവത്തിലാണ്, അതല്ലെങ്കിൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഡിസോർഡറാണ്. ഈ പറയപ്പെടുന്ന എല്ലാ കാറ്റഗറികളിലുമുള്ള അസുഖങ്ങൾ, ഈവൻ സർജറിക്ക് വരെ തീരുമാനിക്കപ്പെട്ട അസുഖങ്ങൾ, ഈ സംഗതികളൊന്നുമില്ലാതെ, ഒരു തരത്തിലുള്ള മെഡിക്കലായിട്ടുള്ള സർജിക്കലായിട്ടുള്ള ഇന്റർവെൻഷൻസ് ഒന്നുമില്ലാതെ മാറുന്നതിന്റെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ അക്യുപഞ്ചറിസ്റ്റുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിപ്പോ ഒരു നിത്യമായ അനുഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്തെല്ലാം തരത്തിലുള്ള ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളും സാമൂഹികമായ വിഷയങ്ങൾക്ക് വളരെ കോലാഹലങ്ങൾ നടന്നിട്ടും ഈ ക്ലിനിക്കുകളിലേക്ക് ഇപ്പോഴും മനുഷ്യർ ഈ ചികിത്സ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്ക് നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ, ഇതൊരു പൊതുജനത്തിനുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ തുടർച്ചകൾ ഇനി വരാനിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഓരോ രോഗങ്ങളെയും
സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങളെ, അതിനോടുള്ള സമീപനങ്ങൾ എങ്ങനെയായിരിക്കണം തുടങ്ങിയിട്ടുള്ള അങ്ങനെ വ്യത്യസ്തമായ സെഗ്മെന്റുകളിൽ, അതേപോലെ തന്നെ ജീവിതം ശൈലിയിൽ നമ്മൾ കൃത്യമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയാ വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള ബോധവൽക്കരണ ശ്രമങ്ങൾ, അതേപോലെ തന്നെ ഇതല്ലാത്ത രീതിയിൽ നമ്മൾ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാറുണ്ട്. അതായത് 1 ഡേ അല്ലെങ്കിൽ 3 days ഒക്കെ ആയിട്ട് ഇത് പഠിക്കുന്നതിന് വേണ്ടി മാത്രം ഇരുന്നു കൊണ്ട് ആ രീതിയിലും ആളുകൾ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പൊ ആ രീതിയിൽ ജനങ്ങൾക്ക് ശരിക്കും രോഗം എന്താണ്, രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക, ആ സമയത്ത് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ ഇല്ലേ, എന്തുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് പരമാവധി ഈ സമൂഹത്തിന് ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വെബിനാറുകളുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ വിഷയം വളരെ വിശാലമായ ഒരു എന്താ പറയാ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായതുകൊണ്ട്, നമ്മുടെ ഒരു തുടക്കം എന്നുള്ള നിലക്കായതുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാരിറ്റി വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നിശ്ചയിക്കപ്പെട്ട ആ ഒരു സമയ പരിധിക്ക് ഉള്ളിൽ നിന്നിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ അവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് തന്നെ ഇതിന്റെ തുടർ പ്രോഗ്രാമുകളിലും, അതേപോലെ തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലൊക്കെ പലപ്പോഴും ഉണ്ടായിരിക്കും, എന്ത് കാര്യത്തിനും എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സയും മരുന്നുകളൊക്കെ മാറ്റി കെട്ടിമറിയുന്ന കുറെ മനുഷ്യന്മാരുണ്ടാകും, പലതരത്തിലുള്ള ഭയങ്ങളിൽ പോകുന്ന ആളുകൾ. അത്തരം ഏത് തരത്തിലുള്ള അസുഖങ്ങളാണ് എന്നുണ്ടെങ്കിലും ഒരു അസുഖങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നും അവയെ മാറ്റുന്നതിന്, ആ ഒരു അസുഖത്തെ പൂർണ്ണമായും അതിൽ നിന്ന് വിമുക്തി നേടുന്നതിനുള്ള ഒരു തരത്തിലുള്ള ചികിത്സയും ആവശ്യമില്ലാത്ത ഇഷ്ടംപോലെ സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനെ കൂടെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് യാതൊരു ഔപചാരികതകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് പരമാവധി ആളുകൾക്ക് ഈ ഒരു സന്ദേശത്തെ അറിയിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള മീറ്റുകളിൽ നമുക്ക് കൂടിച്ചേരാം. നമുക്ക് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സ്വഭാവത്തിൽ സാധ്യമാണ് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ഇതുപോലെയുള്ള വെബിനാറുകൾ നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. ഏതായാലും എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇതിൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നിയന്ത്രിക്കുന്ന മോഡറേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇടപെടാവുന്നതാണ്. താങ്ക് യു സാർ. സാറ് മാഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായ അറിവുകളാണ് നൽകിയത്. അതുകൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയമാണ്, നമ്മൾ 1 മണിക്കൂറാണ് പറഞ്ഞിരുന്നത്, 2-3 മിനിറ്റാണ് അവശേഷിക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് സാറെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു 2-3 പേർക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. മൈക്ക് ഓണാക്കി ചോദിച്ചോളൂ. ഇമോജികൾ ഇങ്ങനെ ആവിയായി പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് ഓണാക്കാൻ പറ്റുന്നില്ല എന്നാട്ടോ പറയുന്നത്. അപ്പൊ അത് കൈപൊക്കിയാല് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ച് ഒരാൾ ടെക്സ്റ്റ് മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ട് സാർ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ച് ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് ഒരാള് ടെക്സ്റ്റ് ആയിട്ട്. അതൊന്ന് വായിക്കാവോ ആരെങ്കിലും? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ചെന്ന് പറയുമെന്നാണ് എഴുതിയെന്ന് തോന്നുന്നു. ഓക്കെ. ഓട്ടോ അതായത് സാധാരണ നമ്മള് ഒരാൾക്ക് ഒരു സ്കിൻ ഡിസീസ് ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ നിലയിലുള്ള ചികിത്സകളോ മറ്റോ ഒക്കെ ചെയ്തു. അലോപ്പതി നമ്മൾ ഉദാഹരണത്തിന് അങ്ങനെ എടുക്കുക, അങ്ങനെയാണ് ഒരു ടെർമിനോളജി അവിടെയാണല്ലോ ഉള്ളത്. അപ്പോ അങ്ങനെ മാറാത്തൊരവസ്ഥയോ മറ്റോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മിക്കവാറും അതിനെ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയുടെ, നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിന് അത് താളം തെറ്റി, അതിന് പിടുത്തം വിട്ട്, നിയന്ത്രണം വിട്ട്, അതായത് ബ്രേക്ക് ഇല്ലാതാകുക എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ അല്ലേ എന്ന സ്വഭാവത്തിൽ ആ ഇമ്മ്യൂൺ
സിസ്റ്റം നമ്മുടെ ശരീരത്തിനെ തന്നെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോ മിക്കവാറും നമ്മൾ കാണുന്ന മിക്കവാറും ഒരുപാട് അസുഖങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് കാണാം. ഈ ശ്വാസം മുട്ടൊക്കെ ഉണ്ടാകുന്ന ആളുകളൊക്കെ തന്നെ പലപ്പോഴും അവർക്ക് ഈ IgAയുടെ പിന്നെ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള പ്രതീക്ഷ ഉണ്ടാവില്ല, അത് മാറൂല എന്നുള്ള അവസ്ഥയിലാണ് അവരുണ്ടാവുക. പലപ്പോഴും അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള പീഡിയാട്രീഷ്യന്മാരൊക്കെ ആയിട്ടുള്ള ഡോക്ടർമാരൊക്കെ അവരെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും അത് മാറില്ല എന്നുള്ളത്. അങ്ങനെയുള്ള അസുഖങ്ങളെ ആ സർട്ടിഫിക്കറ്റ് ആയിട്ടൊക്കെ ഈ പിന്നെ ലാബ് റിപ്പോർട്ടൊക്കെ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതിന് മറന്നേക്ക് എന്ന് നമ്മളുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മള് എന്നിട്ട് നിങ്ങളുടെ രോഗം മാറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കൂ. അപ്പൊ അവരുടെ രോഗം മാറിപ്പോകുന്നതും കാണാം. മാത്രമല്ല അതിന്റെ കൂടെ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന തെറ്റായ ഒരു വിശ്വാസം കൂടെയാണ് പൊളിഞ്ഞു വീഴാറുള്ളത്. അപ്പൊ ഓട്ടോമ്യൂൺ ഡിസീസുകളുടെ കൂട്ടത്തിൽ ആ കാറ്റഗറിയിലുള്ള അസുഖങ്ങളെ നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. എന്നിട്ട് അത്തരം അസുഖങ്ങൾ ചികിത്സയിലുണ്ടോ എന്നുള്ളത്. അതിനെ ടെക്നിക്കലി ഇതാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിനെ തന്നെ ആക്രമിക്കുന്നു എന്നാണ് പറയാ. ഇവ നമ്മൾ തുമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് ഒരു ഫോറിൻ ബോഡിയോ മറ്റോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് അലേർട്ട് ആവുന്നു. അങ്ങനെ നമ്മുടെ മാസ്റ്റ് സെല്ലുകൾ അതിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതികരണം ശരീരത്തിൽ ഉണ്ടാക്കുന്നു. നമ്മൾ അതിശക്തമായ തുമ്മലിലൂടെ അതിനെ പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുന്നു. അങ്ങനെ അത് നിരന്തരം അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നതിന് രോഗാവസ്ഥയായോ അല്ലെങ്കിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടോ ഒക്കെ, പ്രത്യേകിച്ച് പലപ്പോഴും ഇത് എവിടെ നിൽക്കൂല എന്ന് ചോദിച്ചാൽ മെഡിസിൻ കൊണ്ട് ഒരു നിലക്കും നിയന്ത്രിക്കാനോ മറ്റൊന്നും സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പിന്നീട് ഈ മുദ്ര അടിച്ചു വിടും, ഓട്ടോ ഇമ്മ്യൂൺ മുദ്ര. ആ ഓട്ടോ ഇമ്മ്യൂൺ ചാപ്പ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാള് ആജീവനാന്തം അതിന്റെ തടവിലാണ്. ഹലോ ഹലോ ഷോൾഡർ പെയിൻ കൊണ്ട് ഈ ഫിംഗർ വരെ തരിപ്പ് വരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ടെസ്റ്റ് MRI ചെയ്തപ്പോൾ ഡീജനറേറ്റഡ് ആണ് ബോൺസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെന്താണ് സൊല്യൂഷൻ? അക്യുപഞ്ചറിന് സർജറി ഇല്ലാതെയൊക്കെ ഒഴിവായി കിട്ടാൻ എന്താ വഴി? അതായത് സാധാരണ സ്പോണ്ടിലൈസിസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ C3 അല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ തൊറാസിക്കിന്റെ ഫസ്റ്റ് സെഗ്മെന്റ് ആ ഏരിയയിലുള്ള ഏതെങ്കിലും വെർട്ടിബ്രയിലൊക്കെ ആയിരിക്കും. അതെ. അപ്പൊ ഈ സ്വഭാവത്തിലുള്ള യെസ്, അവിടെയുള്ള സംഗതിക്കാണ് സാധാരണ ഇത് പറയാറുള്ളത്. നമുക്കിതിൽ പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാല്, ഇപ്പൊ ഡീജനറേറ്റീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സാധാരണ MRI സ്കാനിങ്ങോ ഒക്കെ എടുത്തിട്ട് അവര് അതിന്റെ ആരോഗ്യാവസ്ഥയെ ഗണിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമുക്കിത് നമ്മുടെ രോഗത്തെക്കുറിച്ചുള്ള നിർണയം തന്നെ വേറെയാണ്. അതായത് അത് അലോപ്പതിയുടെ ഒരു ചികിത്സ രീതി അനുസരിച്ചിട്ടുള്ള രോഗനിർണയവും അതിൻ്റെ ഒരു കൺക്ലൂഷനും ഒബ്സർവേഷനാണ് അവർ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതെങ്കിലും ഒരു രോഗത്തിനെ ആ രോഗമായിട്ടല്ല കാണുന്നത്, മറിച്ച് ആ രോഗമുള്ള വ്യക്തിയെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക. അത് മറ്റൊരുപാട് ആളുകളുടെ പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ്. ഇനിയും ആളുകൾ ചോദിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഒരു വ്യക്തിയെയാണ് നമ്മൾ ചികിത്സിക്കുക. അപ്പൊ ആ വ്യക്തിക്ക് അതിനോടനുബന്ധമായിട്ട് തന്നെ അയാൾക്ക് ഒരു പക്ഷേ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേ ആൾക്ക് തന്നെ ഒരു പക്ഷേ ബവൽ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേ ആൾക്ക് തന്നെ ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെസ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന ഒരു സംഭവമാണത്. അതല്ലാതെ അതൊരു സ്പോണ്ടിലൈസിസോ അതല്ലെങ്കിൽ ഇങ്ങനെ ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനോ മാത്രമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഒരു സമീപനം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇതിലുള്ള ഈ ഗ്രൂപ്പിന്റെ ഇതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഒരു നമ്പറൊക്കെ ഉണ്ടല്ലോ, അതിൽപ്പെട്ട ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിങ്ങൾ ട്രീറ്റ്മെന്റിന് പോവാന്നുള്ളതാണ്. ട്രീറ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വേദനയും പ്രയാസവും മാറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, നമ്മുടെ ചികിത്സക്കിടയിൽ മറ്റു ചികിത്സകളോ മറ്റു മരുന്നുകളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് പിന്നെ അടുത്തൊരു കാര്യമാണ്. അത് ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ചില ആളുകൾ അങ്ങനെ മരുന്ന് കഴിക്കാത്ത ആളുകളോ ഒന്നൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രയാസം ഇല്ലാണ്ട് വരാൻ പറ്റും. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ വീണ്ടും അവരുടെ ഒരു
വിവേചനാധികാരത്തിൽ ഡിസ്ക്രിമിനേഷനിൽ വരുന്ന കാര്യമാണ്. അവരാലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. നമ്മുടെ ചികിത്സാ രീതി അനുസരിച്ചിട്ട് ഏത് രോഗങ്ങളും മാറും. പക്ഷെ ആ രോഗം മാറാൻ എടുക്കുന്ന സമയം ഇന്ന സമയം കൊണ്ട് നമ്മൾ മാറ്റിത്തരാം, അല്ലെങ്കിൽ ഇന്ന സമയം കൊണ്ട് അത് മാറും എന്ന രീതിയിൽ നമുക്ക് ക്ലെയിമില്ല, നമ്മളങ്ങനെ അവകാശപ്പെടാറില്ല. അതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരിക്കലും നമുക്ക് ഒരു തെറ്റായ അവകാശവാദവും നമുക്കില്ല. അതേ സമയത്ത് എല്ലാ തരത്തിലുമുള്ള അസുഖങ്ങൾ മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ വളരെ ലളിതമായിട്ട് മാറുന്ന ഒരു അസുഖമാണ് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഡീജനറേറ്റീവ് സ്വഭാവത്തിലുള്ളത് എന്ന് പറയുന്ന ഈ ഒരു അസുഖവും. നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. ശരി, നിങ്ങളടുത്ത് ദുബായിലുള്ള കോണ്ടാക്ട്സ് ഇട്ട എന്താ വഴി? ദുബായിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. നിങ്ങൾ ഇന്ന് ഈ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും ദുബായിലുണ്ട്, അജ്മാൻ ഉണ്ട്, ഷാർജ ഉണ്ട്, എല്ലായിടത്തും അക്യുപഞ്ചറിസ്റ്റുകളായിട്ടുള്ള നല്ല എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളുടെ ഒരു സ്ഥലം കൂടെയാണ് UAE. അവിടെ നിങ്ങളുടെ സേവനം കിട്ടും. ഓക്കെ, അസ്സലാമു അലൈക്കും. ഞാൻ 1.5 വർഷമായിട്ട് അക്യുപങ്ചറിന്റെ രീതിയിലേക്ക് 4G പൂർണ്ണമായിട്ടും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. കുറച്ച് സ്കാറ്റർ ഇതായി ചെതറി പോകുന്നുണ്ട് ശബ്ദം. പോകുന്നുണ്ടല്ലേ? ഓക്കെ, ഞാൻ കുറെ നാളുകളായിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പറയാനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇൻസുലിൻ ചെയ്തിരുന്നു, അതുപോലെ ഒരുപാട് മരുന്നുകൾ ഉപയോഗിച്ചിരുന്ന ആളാണ്. അങ്ങനെ 15 വർഷത്തോളം ഇൻസുലിൻ ഉപയോഗിച്ചിട്ട് അവസാനം ഇതിലേക്ക് വന്നതിന് ശേഷം അതെല്ലാം നിർത്തി 4G കംപ്ലീറ്റ് ആയി പാലിക്കുന്നുണ്ട്. എനിക്ക് ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഏകദേശം 90% എന്ന് പറയാവുന്ന രീതിയിൽ എനിക്ക് അസുഖങ്ങളൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഡെഡ് സെല്ല്, കാലിലെ ഡെഡ് സെല്ല്, അത്തരം പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ചെറുതായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഷോൾഡർ പെയിനിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറ്റം വന്നിട്ടില്ല. അതിന് ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. കാരണം ചെയ്യാനില്ല, നമ്മൾ 4G പൂർണ്ണമായിട്ട് പാലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദേശം ഒരുവിധമൊക്കെ പാലിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഒന്ന് പറയാമോ? ഈ നമ്മളെ മിക്കവാറും പല അസുഖങ്ങളും ഒരൊറ്റ കാരണം അല്ല ഉണ്ടാവുക. അതായത് ഒരു 5 ഷോൾഡർ പെയിൻ ഉള്ള ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇങ്ങനെയുള്ള ചില ആളുകൾ അവര് ഡ്രൈവർമാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിൽ നമ്മൾ കൈ ഒരുപാട് ഉപയോഗിക്കുന്നൊന്നുമില്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ നമ്മൾ വർക്കിലാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് മാറാൻ സമയം എടുക്കാറുണ്ട്. അതല്ലെങ്കിൽ അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഒക്യുപ്പേഷണലായിട്ട് നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള പല കാരണങ്ങൾ, അതല്ലെങ്കിൽ നമ്മളെ കിടപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ പിന്നെ അതുമല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ അവരോട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പിന്നെ വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ നിലയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഈ ചികിത്സ കൊണ്ടും അതേപോലെ തന്നെ നിങ്ങൾ പാലിക്കുന്ന ജീവിതത്തിലെ നിഷ്ഠകൾ കൊണ്ടും നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും വിമുക്തി കിട്ടാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ വിഷയവും മാറും. പക്ഷെ നമുക്കിതിൽ ശരീരമാണ് ഇത് തീരുമാനിക്കുക, അതല്ലാതെ ഒരു അക്യുപഞ്ചറിസ്റ്റോ നമ്മുടെ ചികിത്സയോ ഒന്നുമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാണ് ഇത് എത്ര സമയം കൊണ്ട് മാറുക എന്നുള്ളതിനെ തീരുമാനിക്കുക. അപ്പൊ അതിൽ നമുക്ക് ക്ഷമയുണ്ടാവുക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷെ ജോലി സംബന്ധമായിട്ടുള്ള അതിനപ്പുറം വേറെ എന്തെങ്കിലും സ്ട്രെസ്സുകൾ, ഉത്തരവാദിത്തങ്ങളുടെ സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിലും ഒരു പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ പലപ്പോഴും അങ്ങനെ മാറാതെ നിൽക്കാറുണ്ട്. നിങ്ങൾക്ക് ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യം കൊണ്ടാണോ അല്ലേ എന്നുള്ളത് അറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് തുടർച്ചയായിട്ട് 1, 2, 3 ദിവസമൊക്കെ ലീവ് ലഭിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ട് ശേഷമുള്ള സമയത്ത് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ജോലിയായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തിൽ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതെന്താണ് ആവശ്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വിശ്രമം വേണ്ടി വരും. പക്ഷെ ആ വിശ്രമം അങ്ങനെ തുടർച്ചയായിട്ട് വിശ്രമം എടുക്കാൻ കഴിയാത്ത ഉത്തരവാദിത്തങ്ങളും ജോലിയൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതും കൂടെ നോക്കേണ്ടി വരുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ ഒരു ക്യൂറിങ്ങിന് നമ്മൾ കുറച്ചുകൂടെ സമയം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ധൃതി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. നമ്മുടെ ടൈം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ലൈറ്റ് ആയിട്ട്. ഇൻഷാല്ലാ ഇനി കൂടുതൽ സംശയമുള്ള ആളുകൾ നമ്മൾ ഈ വെളിച്ചം വെബിനാർ എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എപ്പോ സംശയം ചോദിച്ചാലും അതിന് ആവശ്യമായ മറുപടികൾ ഇൻഷാല്ലാ തരുന്നതായിരിക്കും. ഇനിയും ഇതുപോലുള്ള വെബിനാറുകൾ ഇൻഷാല്ലാ സംഘടിപ്പിക്കും. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്യുപഞ്ചർ റഷീദ് സാറിനെ ക്ഷണിക്കും.
അസ്സലാമു പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓൺലൈൻ പ്രോഗ്രാം, ഇതില് നിങ്ങളുമായി സംവദിച്ചത് അക്യൂ മാസ്റ്റർ കബീർ സാറാണ്. അദ്ദേഹം വളരെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, രോഗവുമായി ബന്ധപ്പെട്ടതും ചികിത്സയുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മോട് സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ഇതൊരു തുടക്കമാണ്. തിരൂർ വെളിച്ചം കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പൂർണ്ണമായും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് നിലവിലുള്ള രോഗങ്ങളെക്കുറിച്ചും അതിന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സകളെക്കുറിച്ചുമൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഓരോരുത്തരും ഓരോ ചികിത്സകൾ സ്വീകരിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത് എന്നതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ചികിത്സകൾ ഏറ്റെടുത്ത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ കൂടെയുള്ളവരുടെ ആരോഗ്യത്തിനും കുടുംബത്തിനും കുട്ടികൾക്കും ഒക്കെ അത് ഗുണകരമാകും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ കൂട്ടായ്മ ഈ തുടക്കം എന്ന നിലക്കാണ് ഈ ഓൺലൈൻ പ്രോഗ്രാം ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർച്ചയായ ആഴ്ചകളിലോ രണ്ടാഴ്ചകളോ ഒക്കെ കൂടുമ്പോൾ ഓൺലൈൻ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വൺ ഡേ പ്രോഗ്രാമുകളും ഒക്കെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് തുടർന്നുള്ള ഓരോ പരിപാടികളിലും നമ്മുടെ എല്ലാവരുടെയും, ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും സഹകരണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സഹകരണത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അറിവുകൾ ഈ മേഖലയിൽ നിന്ന് പകർന്ന് കിട്ടാനുണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമുള്ള, സന്തോഷമുള്ള, ഒരു ആരോഗ്യമുള്ള ഒരു കുടുംബ ജീവിത സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ ചികിത്സ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ഇതിനോട് ചേർന്നുള്ള പഠനങ്ങളിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും തുടർന്നുള്ള നമ്മുടെ ഈ വെളിച്ചം കൂട്ടായ്മയുടെ പ്രോഗ്രാമുകളിലൊക്കെ തുടർന്നും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം വളരെ പെട്ടെന്ന് തീരുമാനിച്ച് നടപ്പിലാക്കിയതാണ്. വളരെ കൂടുതൽ സമയമൊന്നും എടുത്തിട്ടില്ല. എന്നിട്ടും ആ പ്രോഗ്രാമിനോടൊപ്പം ചേർന്ന് ഈ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് പേർ ഈ ഓൺലൈൻ കൂട്ടായ്മയിൽ വന്നിട്ടുണ്ട്. ഏതായാലും നമ്മോടൊപ്പം ഈ ക്ലാസ്സിൽ നമ്മളെ സംബന്ധിച്ച കബീർ സാർ, അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മോട് അദ്ദേഹം വളരെ കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. കബീർ സാറിനെ സംബന്ധിച്ച് അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ഒരു ആരോഗ്യരംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നമ്മോട് ഇനിയും പലതും പറയാനുണ്ട്, അദ്ദേഹത്തിന് നമുക്ക് കേൾക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് നമുക്ക് ഇനിയുള്ള അവസരങ്ങളിലും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നതിന് എല്ലാ അർത്ഥത്തിലുള്ള നന്ദിയും അദ്ദേഹത്തിന് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന് വളരെ പെട്ടെന്ന് തന്നെ അറിയിച്ചിട്ടും ലിങ്ക് നിറഞ്ഞു. 500ഓളം ആളുകൾ ഇതിൽ ഒരേ സമയം തന്നെ വന്ന് പിന്നെ പലർക്കും പങ്കെടുക്കാൻ കഴിയാതെ തിരിച്ചു പോകുകയൊക്കെ ഉണ്ടായി. ഏതായാലും ഈ പരിപാടിയുടെ അറിയിപ്പ് കിട്ടിയ ഉടനെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വെളിച്ചം കൂട്ടായ്മയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ, ആ ആളുകൾക്കൊക്കെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള ഈ മാസത്തിൽ അവസാനം തന്നെ ഒരു ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത മാസം ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ വീക്കിലൊക്കെ ആയിട്ട് ഒരു വൺ ഡേ പ്രോഗ്രാമും ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൊക്കെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ലെഫ്റ്റ് ആകാവുന്നതാണ്. തുടർന്നുള്ള സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മുടെ ഈ വെബിനാർ ഗ്രൂപ്പ് ഉണ്ട്, അതെനിക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
അതാണ്